ജാസ്മിന് റിലേഷൻഷിപ്പ് ഒന്നും പുറത്തൊന്നും ഇല്ല എന്നാണ് ഇപ്പോൾ ജാസ്മിൻ ജിൻഡോട് പറഞ്ഞിരിക്കുന്നത്. രാത്രിയിൽ ജിൻഡോയും ജാസ്മിനും സംസാരിക്കായിരുന്നു. ഇപ്പോൾ റിലേഷൻഷിപ്പിനെ കുറിച്ചായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട്, എനിക്ക് മുമ്പ് ഒരെണ്ണം ഉണ്ടായിരുന്നു, പക്ഷെ അതിന് റിലേഷൻ ഒന്നും പറയാനായിട്ട് പറ്റത്തില്ല. ഇപ്പോൾ ബിഗ് ബോസിലോട്ട് വരുന്നതിന് മുമ്പ് എൻ്റെ വീട്ടിലൊരു കല്യാണാലോചന വന്നിരുന്നു. അപ്പോൾ അതെനിക്ക് അറിയാവുന്നൊരു വ്യക്തിയാണ്. 1.5 വർഷത്തോളം എനിക്ക് പരിചയമുണ്ട്. എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന എൻ്റെ ഒരു ഫ്രണ്ടാണ്. അവൻ്റെ ഒരു കല്യാണാലോചന വന്നു. പക്ഷെ അന്നേരവും നോക്കാം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ വാക്ക് കൊടുക്കുകയോ മോതിരം മാറൽ ചടങ്ങ് നടത്തുക അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. നോക്കാം, നമ്മളിപ്പോൾ ഇങ്ങനെ പറയില്ലേ, നോക്കാം, അങ്ങനെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നാണ് ഇപ്പോൾ ജാസ്മിൻ ജിൻഡോട് പറഞ്ഞിട്ടുള്ളത്. നേരത്തെ ഒരു കാര്യം പറഞ്ഞ് ജാസ്മിൻ കരയുന്നുണ്ടായിരുന്നു. ഞാൻ കമ്മിറ്റഡ് ആണ് ഗൈസ് എന്ന് പറഞ്ഞിട്ട് പൊട്ടിത്തെറിച്ച് കരയുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ പുറത്ത് ഇപ്പോൾ ജാസ്മിൻ്റെ ആയിട്ട് കല്യാണം ഉറപ്പിച്ച വ്യക്തിയുടെ എന്ന് പറഞ്ഞിട്ട് കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. ജാസ്മിൻ്റെ കല്യാണം ഉറപ്പിച്ചതാണെന്ന് ഒരു ഇൻ്റർവ്യൂവിൽ ജാസ്മിൻ്റെ വാപ്പ പറയുന്നുണ്ടായിരുന്നു. മൊത്തത്തിൽ കൺഫ്യൂഷൻ ആയല്ലോ. ജാസ്മിൻ ഇപ്പോൾ സിംഗിൾ ആണെങ്കിലും കമ്മിറ്റഡ് ആണെങ്കിലും റിലേഷൻഷിപ്പിൽ ആണെങ്കിലും ഒന്നും പ്രേക്ഷകർക്ക് ഒരു കുഴപ്പമില്ല. പക്ഷെ നമ്മൾ പറയുമ്പോൾ ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കണം. കമ്മിറ്റഡ് ആണ് അല്ലെങ്കിൽ അല്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കാനേ പോകരുത്. ഇപ്പോൾ ജാസ്മിൻ സംസാരിച്ചപ്പോഴാണ് ഇത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടായത്. അപ്പോൾ ജാസ്മിൻ്റെ ആരാധകർ ഇപ്പോൾ മൊത്തത്തിൽ കൺഫ്യൂഷനായിട്ട് ഇരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു. എന്ത് പറഞ്ഞ് ഇതിനെ ഒന്ന് ഈ ഒരു കാര്യം വെളുപ്പിച്ചെടുക്കുമെന്ന് വിചാരിച്ചിട്ട്. എന്ത് തന്നെയാണെങ്കിലും വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാകും. ജാസ്മിന് തന്നെ അറിയില്ല എന്താണ് പറയേണ്ടത്, അതായത് ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് ജാസ്മിൻ സംസാരിക്കേ വേണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. ഇപ്പം മൊത്തത്തിൽ നേരത്തെ പറഞ്ഞ എന്താണ്, ഇപ്പം പറയുന്നത് എന്താണെന്ന് ജാസ്മിന് തന്നെയാണ് കൺഫ്യൂഷൻ. അപ്പോൾ വീഡിയോ കണ്ടവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ജാസ്മിൻ റിലേഷൻഷിപ്പിലാകുന്നതോ അല്ലെങ്കിൽ സിംഗിളായിട്ട് ഇരിക്കുന്നതോ ഒന്നും അല്ല പ്രശ്നം. ഒരു ബിഗ് ബോസ് പോലെ ഒരു പ്ലാറ്റ്ഫോമിൽ ഇരുന്നിട്ട് ഇങ്ങനെ ചാടിക്കളിച്ച് ഉത്തരം പറയുമ്പോൾ അതാണ് ജാസ്മിന് പ്രശ്നം ഉണ്ടാക്കുന്നത്.